ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം സ്കൂള് തുറക്കാൻ ഇനി 4-5 ദിവസമുള്ളൂ. അതിൻ്റെ ഓരോരോ ക്ലീനിങ് ഉണ്ട്. വീട് കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതാ പൊരിക്കാനിട്ടത് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ പരിപാടിയാണ് ഇന്ന് നല്ല ഇനിയുള്ള അങ്ങോട്ട് ദിവസങ്ങളിലൊക്കെ ഇനിയിപ്പോൾ പഠിക്കാനൊക്കെ ഉള്ളല്ലേ സിദ്ധു? എന്തൊക്കെയാ പരിപാടി പറഞ്ഞു കൊടുക്കേ? അതാണ് ഏറ്റവും വിഷമം. ബാക്കിയല്ലോ ബുക്ക് വാങ്ങണം, ബാഗ് വാങ്ങണം, ഇവിടെ കൊണ്ടാക്കണം. എല്ലാ കൊല്ലവും പുതിയ പുതിയ ബാഗ്, പുതിയ ബുക്ക് വാങ്ങണം. എല്ലാ ഗൈസ് പാന്റിന്റെ ഓട്ട കണ്ടിട്ടുണ്ടാവും ആൾക്കാര്. അത് എന്താന്നറിയില്ല. സിദ്ധുവിന്റെ ഡ്രസ്സിന് മാത്രം സംഭവിക്കുന്ന 2 ഓട്ടങ്ങൾ മാത്രം. യൂണിഫോമിനും ഉണ്ടാവും, വീട്ടിൽ നിന്ന് പാന്റിനും ഉണ്ടാവും. അതെന്താന്ന് വെച്ചാല് ഒരേന്നല്ലേ സൈഷേട്ടാ സ്കിഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇല്ലേ, ഞാൻ വേറെ ആരോ വീഡിയോയിലും കണ്ടിട്ടോ, അമ്മ ഓനെ കൊണ്ടുപോയി ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ പാന്റിന്റെ വെടി ഇങ്ങനെ കീറുന്നേന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എവിടെയും കീറൂല, ഇങ്ങനെ കീറി നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. 2 മുട്ടിന്റെ അടുത്ത് മാത്രം ഓട്ട. അങ്ങനെ പറഞ്ഞിട്ട് സ്കിഡ് ചെയ്തിട്ട് അതിനിപ്പോ ഒന്നും ചെയ്യാനായല്ലോ അല്ലേ കുഞ്ഞു? ദേവപ്രിയ ഉണ്ട് ഇവിടെ. ദേവപ്രിയ എന്താന്നും വേണ്ടാത്ത? എന്നാ പിന്നെ നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് പോവാ. ബാക്കി പരിപാടികളിലേക്കൊക്കെ പോകുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം നമ്മളെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് കേട്ടോ. ആദ്യം കുഞ്ഞു സിദ്ധുവും ദേവും കിടക്കുന്ന റൂമിലെ ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളൊക്കെ അലക്കാനിട്ട് എനിക്കൊരു സ്വഭാവമുണ്ട്, ഏതെങ്കിലും ഒന്ന് വൃത്തികേടായി കിടക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നമ്മളെ ബെഡ്റൂമിലെ ബെഡായിരിക്കാം, അല്ലെങ്കിൽ അലമാറയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധനം എടുത്ത് വെക്കുന്ന തട്ടുകളായിരിക്കാം. അപ്പോൾ ഏതി ഒന്ന് വൃത്തികേടായി കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് വൃത്തികേടായി എന്നൊരു തോന്നലാട്ടോ. അപ്പോൾ എല്ലാം നുള്ളി പെറുക്കി ക്ലീൻ ചെയ്യും. അങ്ങനെയാണ് ചില ഞായറാഴ്ചകൾ ക്ലീനിങ് ഡേ ആയിട്ട് മാറുന്നത് കേട്ടോ. പിന്നെ ഓർക്ക് സ്കൂൾ തുറക്കുന്നതിനെ കൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളിന് പൂട്ടിയതിന് ശേഷം എടുത്തു വെച്ച ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ തട്ടിൽ അടക്കി പഴയ ബാഗിൽ വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഫ്രീ ആക്കി ഈ ഡ്രോയിലേക്കാണ് ഇനി പുതിയ ബുക്കൊക്കെ വെക്കേണ്ടത് കേട്ടോ. എല്ലാം കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ വലിച്ച് താഴോട്ടിട്ട് പഴയ കൊടയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സമയമായി. അതുകൊണ്ട് തന്നെ എല്ലാം എടുത്ത് താഴേക്ക് ഇട്ടിട്ടോ. ഇതൊക്കെ എടുത്തിടുന്ന അതേ ഒരു സുഖത്തോടു കൂടി മടക്കി വെക്കാനാവൂല എന്നറിയാം, പക്ഷേ ഒരു ആവേശത്തിൽ എല്ലാം എടുത്ത് പുറത്തിടുന്നതാണ്. കൂടെ തന്നെ കുഞ്ഞും സിദ്ധുവും ദേവും നിന്നിട്ടുണ്ട്. കുഞ്ഞുവിനും സിദ്ധുവിനെയും അവർക്ക് ബുക്ക് വെക്കാനുള്ള ഡ്രോ വൃത്തിയാക്കലായിരുന്നു കേട്ടോ കാര്യമായിട്ടുള്ള പണി. എന്ത് ക്ലീനിങ് ഡേ ആയാലും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ഒരു സൈഡിൽ നിന്ന് നടക്കും കേട്ടോ. അപ്പോൾ ചോറും കറിയൊക്കെ ഇതിനിടയ്ക്ക് എനിക്ക് കറിവേപ്പിലില്ലായിരുന്നു. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഒരു സൈഡിൽ പറമ്പിൽ തന്നെ കുറച്ച് കറിവേപ്പില നിറയെ ചെറുതായിട്ടുണ്ട് കേട്ടോ. അലമാറയും അതേപോലത്തെ ഡ്രോ എല്ലാം വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വൃത്തികേടായി കിടക്കുക നമ്മളെ തറയാണല്ലോ. ഇപ്പോൾ ഇതിന് പുതിയൊരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് തന്നെ ചെയ്യണമെന്നില്ല, സജീഷറിനും ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ മൂപ്പരാണ് ഈ ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ 2 പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് അഗാരോ സ്റ്റിക്ക് വാക്വം ക്ലീനർ കേട്ടോ. ഇത് തറയിൽ ക്ലീൻ ചെയ്യുക മാത്രമല്ല, ടേബിളിൻ്റെ അടിയിലും അലമാരക്കടിയിലോട്ടൊക്കെ സുഖമായിട്ട് പോകും കേട്ടോ. ഇതിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി 4 അറ്റാച്ച്മെൻറ്റുകളുണ്ട്. അതേപോലെ തന്നെ ഇത് കോഡ്ലെസ് ആണ്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് വാക്വം ക്ലീനറിൽ അറ്റാച്ച് ചെയ്യുക. അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ സ്റ്റിക്കിൽ കണക്ട് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുക കേട്ടോ. ഇതാണ് മോട്ടറൈസ്ഡ് ബ്രഷ്. ഇതിന് LED ലൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. 270 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് ഫ്ലോറും അതേപോലെ അലമാറേൻ്റെ കീഴിലും ടേബിളിൻ്റെ കീഴിലൊക്കെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ഈ കട്ടിലിൻ്റെ അടിയിലോട്ട് പോയിട്ട് അടിച്ചു വാരുക, തുടയ്ക്കുക എന്നൊക്കെ ഉള്ളതില്ലേ. അത് കുറേ കൂടി എളുപ്പമാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ വാക്വം ക്ലീനർ. ഇതാണ് മാട്രസ് ബ്രഷ്. ഇത് നമ്മളെ മാറ്റിലെയും കിടക്കയിലെയും പില്ലോയിലെയും സോഫയിലെല്ലാം ഡസ്റ്റ് എല്ലാം തന്നെ പെട്ടെന്ന് ക്ലീൻ ആക്കി തരും കേട്ടോ. ഇതാണ് ക്രെവിക്സ് ടൂൾ. ഇത് നമുക്ക് സോഫയുടെയും വിൻഡോയുടെയും എല്ലാം അരിക്ക് ഭാഗങ്ങളിൽ, അതായത് നമ്മുടെ കയ്യെത്താ ഭാഗങ്ങളിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു കേട്ടോ. അടുത്തതായിട്ടുള്ളത് 2-in-1 മൾട്ടിപർപ്പസ് ടൂളാണ്. ഇത് നമുക്ക് പർപ്പസായ കാര്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം കേട്ടോ. നമ്മളെ ജനലിൻ്റെ കമ്പികളും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെയും അല്ലാതെ എവിടെ ആയിക്കോട്ടെ അവിടെയുള്ള ഡസ്റ്റ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. ചുമരിൻ്റെ മുകളിലുണ്ടാവുന്ന നമുക്ക് എന്താ പറയുക കയ്യെത്താ ദൂരത്തുള്ളത് ഇത് ഇങ്ങനെ എക്സ്റ്റൻഷനിലൂടെ തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ ഇതിലാട്ടോ ഡസ്റ്റും കാര്യമൊക്കെ ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ് ഇവിടെയാണ്, ഇതിലേക്കുള്ളിലാണ് കംപ്ലീറ്റ് സാധനങ്ങൾ വരിക. അപ്പോൾ നമുക്ക് അത് റിമൂവ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തുള്ള ഡസ്റ്റൊക്കെ ഒഴിവാക്കാൻ.
അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ബട്ടൺ അതായത് നമ്മൾ തോക്കിൻ്റെ ട്രിഗർ വലിക്കുന്ന പോലെ ഇത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ആയി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഓപ്പൺ ആയി വരും. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡസ്റ്റ്ബിന്നിലേക്ക് തട്ടാം, ഇല്ലെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ഇതിലുള്ള വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഇതാ പുഷ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് സുഖമായിട്ട് ഇങ്ങനെ ഇതാ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൻ്റെ ഓരോ പാർട്സായിട്ട് ഊരി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും. നല്ലോണം കഴുകി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് നമുക്കിത് എടുത്ത് വെക്കാം. വളരെ അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു വാക്വം ക്ലീനർ എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, ഒരു എളുപ്പത്തിൽ തന്നെ ഇത് പണി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞായറാഴ്ചത്തെ കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് കുഞ്ഞോനും സിദ്ധുവിനൊക്കെ ബാഗ് വാങ്ങിക്കാനാട്ടോ. ബാഗ് മാത്രമല്ല, കൊട, ബുക്ക്, ബോക്സ് ഇതെല്ലാം വാങ്ങണം കേട്ടോ. ഏഴാം ക്ലാസ്സിലെത്തിയല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ്റെ നോട്ടിൻ്റെ ടെസ്റ്റിൻ്റെ എണ്ണങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സജീഷറിന് ഒരു മഴക്കോട്ട് വാങ്ങി. എല്ലാം വാങ്ങി പുറത്തെത്തിയതിന് നോക്കുമ്പോൾ നല്ല മഴയാണ്. നല്ല മഴ എന്ന് വെച്ചാൽ അതിശക്തമായ മഴയാണ്. അതിനുശേഷം ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി. ഞാൻ മസാല ചായയും അതേപോലത്തെ സജീഷേട്ടൻ നോർമൽ ചായ കുടിച്ചിട്ടോ. പിന്നെ വാങ്ങിയത് ഷവർമ്മയാണ്. എനിക്കും ദേവുവിനും ഷവർമ്മയും, ബാക്കിയുള്ളവരെല്ലാം ബർഗറാട്ടോ വാങ്ങിച്ചത്. അപ്പോൾ എന്താ പറയുക, ലൈറ്റും ഇല്ല, നല്ല മഴയാണ്. കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നേ. പക്ഷേ എന്താ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്. മക്കളെല്ലാം ഭക്ഷണം കഴിക്കുന്നിടത്തും ചെറിയൊരു മിന്നാമിന്നി വെട്ടം വെളിച്ചാളൂ കേട്ടോ. കാരണം ലൈറ്റില്ല, അത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വീട്ടിലെത്തിയപ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് ഇതായിരുന്നേ. കാരണം മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് വാങ്ങിയ സാധനങ്ങളൊന്നും നോക്കാൻ പോലും ശരിക്കും മക്കൾക്കായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.